കക്കാട് കുഞ്ഞിപ്പള്ളിയിൽ തെരുവുനായ കുറുകെ ചാടി ബൈക്ക് യാത്രികന് ദാരുണാന്ത്യം. മരിച്ചത് അത്താഴക്കുന്ന് സ്വദേശി സലീം. ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. ആലപ്പുഴ കൊല്ലക്കടവ് ഗവൺമെന്റ് മുഹമ്മദൻ ഹൈസ്കൂളിൽ ആന ദിനാചരണം നടന്നു. മാവേലിക്കര കണ്ടിയൂർ അമ്പലത്തിലെ പ്രേംശങ്കർ എന്ന ആനയെ ആദരിച്ചു. ദിനാചരണം നടന്നത് മാതൃഭൂമി നിറകതിർ സീഡ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ. ആലപ്പുഴ ബുധനൂരിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ക്യാമ്പ് സംഘടിപ്പിച്ചത് നന്മ ചാരിറ്റബിൾ സൊസൈറ്റിയുടെയും ഡോക്ടേഴ്സ് മെഡിക്കൽ സെന്ററിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ. ഉദ്ഘാടനം നിർവഹിച്ചത് AB സുരേഷ് കുമാർ ഭട്ടതിരി. കണ്ണൂരിൽ ഭാര്യയെ തലക്കടിച്ചു പരിക്കേൽപ്പിച്ച ശേഷം ഭർത്താവ് തൂങ്ങി മരിച്ചു. മരിച്ചത് പിണറായി സ്വദേശി രവീന്ദ്രൻ. സംഭവം രവീന്ദ്രൻ മദ്യപിച്ച് വഴക്കുണ്ടാക്കുന്നതിനിടെ. കോട്ടയം മീരാറ്റുപേട്ട മുസ്ലിം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഡയമണ്ട് ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കം. ജൂബിലി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തത് മജീഷ്യൻ ഗോപിനാഥ് മുതുകാട്. കണ്ണൂർ ചൊക്ലി ഉപജില്ലാ വിദ്യാരംഗം കലാസാഹിത്യവേദി സാഹിത്യ സെമിനാർ സംഘടിപ്പിച്ചത് കണ്ണൂർ പെരിങ്ങത്തൂർ NAM ഹയർ സെക്കൻഡറി സ്കൂളിൽ. സെമിനാർ ഉദ്ഘാടനം ചെയ്തത് ചൊക്ലി AEO AK ഗീത. കോൺഗ്രസ് നേതാവ് NP മോഹനന്റെ 3ാം ചരമവാർഷികം സ്മൃതി മോഹനം ആചരിച്ചു. സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും നടത്തിയത് പൊയിലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ. കണ്ണൂർ മാട്ടൂലിൽ MP ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ഹൈമാസ് ലൈറ്റിന്റെ സ്വിച്ച് ഓൺ നിർവഹിച്ചു. ലൈറ്റ് സ്ഥാപിച്ചത് മുനീർ സ്കൂളിന് സമീപം. സ്വിച്ച് ഓൺ നിർവഹിച്ചത് രാജ്മോഹൻ ഉണ്ണിത്താൻ MP. കാസർഗോഡ് വലിയകുന്നിൽ തീരദേശ ഹൈവേ അലൈൻമെന്റിൽ മാറ്റം വരുത്താനുള്ള മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യം പരിഗണിക്കപ്പെടുന്നു. വലിയകുന്ന് പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ M രാജഗോപാലൻ MLA നേതൃത്വത്തിൽ പരിശോധന നടത്തി. പരിശോധനയിൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും നാട്ടുകാരും പങ്കെടുത്തു. വയനാട് ദുരിതമനുഭവിക്കുന്നവർക്ക് കൈത്താങ്ങാകാൻ ചായക്കട ഒരുക്കി കണ്ണൂർ മാടായിപ്പാറയിലെ DYFI ബ്ലോക്ക് കമ്മിറ്റി. കല്യാശ്ശേരി മണ്ഡലം MLA M വിജിൻ ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ കെടുകാര്യസ്ഥതയെന്നാരോപിച്ച് BJP പ്രതിഷേധ മാർച്ച് നടത്തി. വിജിലൻസ് അന്വേഷണം നടത്തണം, ഡോക്ടർമാരുടെ ക്ഷാമം പരിഹരിക്കണം തുടങ്ങിയവ ആവശ്യങ്ങൾ. മാർച്ച് ഉദ്ഘാടനം ചെയ്തത് BJP സംസ്ഥാന സമിതി അംഗം സന്ദീപ് വാര്യർ. ഗുരുവായൂർ പുന്നത്തൂർ ആനത്താവളത്തിൽ ആനയൂട്ട് നടത്തി. പാപ്പാന്മാർക്കായി ബോധവൽക്കരണ ശില്പശാലയും സംഘടിപ്പിച്ചു. ഉദ്ഘാടനം ചെയ്തത് കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ KS അനിൽ. കോട്ടയം നഗരസഭയിലെ പെൻഷൻ ഫണ്ട് തട്ടിപ്പിൽ DYFI പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. നഗരസഭാ ഓഫീസിന് മുൻപിൽ നടത്തിയ പ്രതിഷേധത്തെ പിന്തുണച്ച് ഇടതുപക്ഷ കൗൺസിലർമാരും. വയനാട് ദുരന്തത്തിൽ കൈത്താങ്ങുമായി കൊച്ചിൻ കണ്ടെയ്നർ കാരിയർ ഓണേഴ്സ് വെൽഫെയർ അസോസിയേഷൻ. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 1,75,000 രൂപ കൈമാറി. തിരുവനന്തപുരം വിളപ്പിൽശാലയിൽ കിണറ്റിലകപ്പെട്ടയാളെ രക്ഷപ്പെട്ടത് വിളപ്പിൽശാല സ്വദേശി സത്യശീലൻ. കിണറ്റിലകപ്പെട്ട വിവരം വീട്ടുകാർ അറിഞ്ഞത് മണിക്കൂറുകൾക്ക് ശേഷം. കാട്ടാക്കട അഗ്നിരക്ഷാസേന രക്ഷപ്പെടുത്തിയ സത്യശീലൻ ആശുപത്രിയിൽ. തിരുവനന്തപുരം കോട്ടൂർ വന്യജീവി സങ്കേതത്തിൽ ഗജദിനാഘോഷം. അഗസ്ത്യവനം ബയോളജിക്കൽ പാർക്ക് ഫോറസ്റ്റ് കൺസർവേറ്റർ KN ശ്യാം മോഹൻലാൽ ഉദ്ഘാടനം ചെയ്തു.